പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 24-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലാചിത് ഭാസ്കരവർമാച യശോധർമാച ഹൂണജിത് ശ്രീകൃഷ്ണദേവരായശ്ച ലളിതാദിത്യ ഉദ്ഭല. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് കൃഷ്ണദേവരായരെ കുറിച്ചാണ്. 1336 ഹരിഹരനും ബുക്കനും സ്ഥാപിച്ച വിജയനഗര സാമ്രാജ്യം 4 വംശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഭരിച്ചു. സംഗമ സാലുവ വംശങ്ങൾക്കു ശേഷം അധികാരത്തിൽ വന്ന തുളു വംശത്തിലെ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. 1509 മുതൽ 1529 വരെയുള്ള 21 വർഷക്കാലമാണ് അദ്ദേഹം രാജാവായത്. തൻ്റെ ഭരണത്തിൽ ഭോജരാജാവിൻ്റെതിന് തുല്യമായ സ്ഥാനം ഭാരത ചരിത്രത്തിൽ നേടിയ രാജാവാണ് കൃഷ്ണദേവരായൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. സാലു വംശത്തിൻ്റെ അവസാന രാജാവിൻ്റെ സേനാപതിയായിരുന്ന നരസിംഹനായക് രാജാവിനെ മുൻനിർത്തി രാജ്യം ഭരിച്ചു. അദ്ദേഹമാണ് തുളു വംശത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെയും നാഗാംബികയുടെയും മകനായിട്ട് ശ്രീകൃഷ്ണദേവരായൻ ജനിച്ചു. നരസിംഹനായിക്കിൻ്റെ മരണശേഷം മകനായ വീർ നരസിംഹം രാജാവായി. എന്നാൽ അദ്ദേഹം ദുർഭരണമാണ് കാഴ്ചവെച്ചത്. സർവദാ യോഗ്യനായിട്ടും കൃഷ്ണദേവരായൻ ജ്യേഷ്ഠ സഹോദരനെ സഹായിക്കുവാൻ മാത്രമേ മുതിർന്നുള്ളൂ. എന്നാൽ വീരനരസിംഹൻ ചുരുങ്ങിയ കാലമേ രാജ്യം ഭരിച്ചുള്ളൂ. രോഗം പിടിക്കപ്പെട്ട് മൃത്യുശയ്യയിൽ വെച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയും വിദ്വാനുമായിരുന്ന തിമ്മരസിയോട് കൃഷ്ണദേവരായനെ കൊല്ലാൻ കൽപ്പിച്ചു. എന്നാൽ ബുദ്ധിമാനായിരുന്ന തിമ്മരസ് വീരനരസിംഹനെ കൃഷ്ണദേവരായൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കൃഷ്ണദേവരായനോട് നാടുവിടാനും പറഞ്ഞു. തുടർന്ന് വീരസിംഹൻ മരിച്ചു. അതിനുശേഷം കൃഷ്ണദേവരായൻ തിരിച്ചു വന്നു. അദ്ദേഹം രാജാവായി അഭിഷേകം നടത്തി. നിത്യേന 3 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം അതികഠിനമായ വ്യായാമങ്ങൾ ചെയ്തതുകൊണ്ട് അതിബലിഷ്ഠമായ ശരീരത്തിനുടമയായിരുന്നു. കൂടാതെ ഗുസ്തി, പയറ്റ് എന്നിവ അഭ്യസിക്കുകയും കുളിച്ച ശേഷം പൂജ ചെയ്ത് ദർബാറിലെത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് തുളു, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, തമിഴ് ഭാഷകളിൽ നല്ല പാണ്ഡിത്യമുണ്ടായിരുന്നു. രാജ്യഭരണമേറ്റ ഉടനെ 18 മണ്ഡലാധിപന്മാരെയും വിവിധ പ്രദേശങ്ങളുടെ ഭരണാധികാരികളെ വിളിക്കുന്ന പേരാണ് അദ്ദേഹം വിളിച്ചു വരുത്തി. സദ്ഭരണത്തിൻ്റെ ആദർശങ്ങൾ പറഞ്ഞുകൊടുത്ത് അവ കർശനമായി പാലിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അഴിമതി നടത്തുന്നത് അധികാരികൾക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. പോർച്ചുഗീസുകാരുമായി മൈത്രി സ്ഥാപിച്ച അദ്ദേഹം അവരിൽ നിന്ന് അറബി കുതിരകളും പുതിയ തരം പീരങ്കികളും വാങ്ങി. അവരുടെ സഹായത്തിൽ അണക്കെട്ടുകളും ജലസേചന വ്യവസ്ഥകളും അദ്ദേഹം ഉണ്ടാക്കി. ഇതിലൂടെ അവരുടെ സഹായം തൻ്റെ എതിരാളികൾക്ക് ലഭിക്കാതിരിക്കുവാൻ അദ്ദേഹം ജാഗ്രതയും കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ വളരെ തൃപ്തിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ആക്രമണം ചോളമണ്ഡലത്തിലെ കേദാവരത്തിനു നേരെയായിരുന്നു. 100,000 സൈനികരുണ്ടായിരുന്ന കേദാവരത്തേക്ക് നീങ്ങുമ്പോൾ വഴിയിലുണ്ടായിരുന്ന നദിയിലെ വെള്ളപ്പൊക്കം സൈന്യ നീക്കത്തെ തടഞ്ഞു. ഉടനെ രാജാവ് നിരവധി തോടുകൾ വെട്ടി നദിയിലെ ജലനിരപ്പ് കുറയ്ക്കുകയും ഒരൊറ്റ ആക്രമണം കൊണ്ട് തന്നെ കേദാവരം കീഴടക്കുകയും ചെയ്തു. ധാരാളം സമ്പത്ത് ആർജിക്കുക മാത്രമായിരുന്നില്ല, തെക്കു നിന്നൊരു ആക്രമണവും പിന്നീട് ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തുകയും അദ്ദേഹം ഇതിലൂടെ ചെയ്തു. തൻ്റെ പ്രധാനമന്ത്രി തിമ്മരസിനെ പിതാവിന് തുല്യം കണ്ടിരുന്ന കൃഷ്ണദേവരായൻ ഗുരുവായി കരുതിയത് മഹാവിദ്വാനും യതിയും ആയ മാധവ വിദ്യാരണ്യ സ്വാമിക്കു തുല്യനായിരുന്ന വ്യസരായനെ ആയിരുന്നു. ഇടവേളയ്ക്ക് ഒരിക്കൽ തനിക്ക് ജ്യോതിഷപ്രകാരം ചീത്ത സമയമാണെന്ന് കണ്ട അദ്ദേഹം അക്കാലമത്രയും ശ്രീവ്യാസരായനെ രാജാവായി അഭിഷേകം ചെയ്യുകയും ഒരു സേനാനിയായി മാത്രം കഴിയുകയും ചെയ്തു. തൻ്റെ കാലദോഷം രാജ്യത്തെ ബാധിക്കരുതെന്ന് അദ്ദേഹം ചിന്തിച്ചു. രാജ്യഭരണത്തിന് ഏർപ്പാട് ചെയ്ത് ശ്രീകൃഷ്ണ ദേവരായർ സുൽത്താൻമാർക്കും കലിംഗത്തിലെ ശക്തനായിരുന്ന ഗജപതി റാവുവിനുമെതിരെയുള്ള സൈന്യ നീക്കങ്ങൾ ആരംഭിച്ചു. ഗജപതിയും സുൽത്താനും ചേർന്ന് ആക്രമിക്കാൻ പദ്ധതിയിട്ടു.
ആദ്യം സുൽത്താൻമാർക്കു നേരെ തിരിഞ്ഞ രാജാവ് ഭാമനി സുൽത്താനെ തോൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് ഷായെ തൻ്റെ പ്രതിനിധിയായി ഭരണമേൽപ്പിക്കുകയും ചെയ്തു. ഗുൽബർഗും രായ്ചൂരും കീഴടക്കി. അഹമ്മദ് നഗറിൽ നിന്നും സുൽത്താനെ പലായനം ചെയ്യുവാൻ ബാധ്യസ്ഥനാക്കി. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് കലിംഗത്തെ രാജാവായിരുന്ന പ്രതാപരുദ്ര ഗണപതിയെ നേരിട്ടു. കൃഷ്ണനദിയിലെ വെള്ളപ്പൊക്കം വകവയ്ക്കാതെ മറികടക്കാൻ സൈന്യത്തോട് രാജാവ് ഉത്തരവിട്ടു. നദിയിൽ വെച്ചു തന്നെ യുദ്ധം ആരംഭിച്ചു. ആരംഭത്തിൽ ചില തിരിച്ചടികൾ ഏറ്റു എങ്കിലും രാജാവ് തന്നെ നേതൃത്വം നൽകി യുദ്ധരംഗത്തെത്തിയോടെ വർദ്ധിച്ച വീര്യത്തോടെ സൈന്യം മുന്നേറി. 34,000 വരുന്ന ഒരു ചെറുസൈന്യം 1,00,000 പേരുള്ള കലിംഗ സൈന്യത്തെ തുരത്തി. ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്തും രീതിയിലും ആക്രമിക്കുക എന്നത് ശ്രീകൃഷ്ണദേവരായന്റെ യുദ്ധതന്ത്രമായിരുന്നു. രാജാവ് തിരുപ്പതി സന്ദർശിച്ച് 3000 സ്വർണ്ണമുദ്രകൾ സമർപ്പിക്കുകയും തൻ്റെയും പത്നിമാരുടെയും പ്രതിമകൾ പ്രവേശന കവാടത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു. തൻ്റെ വിജയ പ്രതീകമായി വിജയനഗരം എന്ന പട്ടണം പണിത് ശ്രീകൃഷ്ണദേവരായർ അത് തൻ്റെ തലസ്ഥാനമാക്കി. അടുത്ത 2 ആക്രമണത്തോടെ കട്ടക്ക് പോലും നഷ്ടപ്പെട്ട കലിംഗരാജ്യ തലസ്ഥാനത്തിൻ്റെ പേരാണ് കട്ടക്ക്. പ്രതാപരുദ്ര ഗജപതിയുടെ പ്രതാപമെല്ലാം മറഞ്ഞു. അദ്ദേഹം പ്രധാനമന്ത്രി തിമ്മരസിന്റെ അടുക്കൽ സന്ധി സന്ദേശം അയച്ചു. തിമ്മരസും ഗജപതിയും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൃഷ്ണക്ക് വടക്കോട്ടുള്ള മുഴുവൻ പ്രദേശവും പ്രതാപരുദ്രന് തിരികെ കൊടുത്തു. ഈ ഉദാരമനസ് ഗജപതിയെ അത്ഭുതപ്പെടുത്തി. 2 രാജാക്കന്മാരും തമ്മിലുള്ള മൈത്രി ഉറപ്പിക്കാൻ ഗജപതിയുടെ പുത്രിയായ ജഗൻമോഹിനിയെ ശ്രീകൃഷ്ണദേവരായൻ വിവാഹം ചെയ്തു. 1520 തനിക്കെതിരെ സംഘടിച്ചെത്തിയ ബ്രാഹ്മണി സുൽത്താൻ, ബീജാപൂരിലെ ആദിൽ ഷാ എന്നിവർ തൻ്റെ ചില പ്രദേശങ്ങൾ പിടിച്ചടക്കിയതറിഞ്ഞ് വിജയനഗരം അതിൻ്റെ മുഴുവൻ ശക്തിയും സമാഹരിച്ച് തിരിച്ചടിച്ചു. 1520 റായ്പൂരിൽ വെച്ച് 2 സൈന്യവും ഏറ്റുമുട്ടി. വിജയനഗര സൈന്യം 7,26,000 കാലാൽപ്പടയും 500 ആന, 12,000 കുതിര, നിരവധി പീരങ്കികൾ എന്നിവ അടങ്ങുന്നതായിരുന്നു. സുൽത്താൻമാരുടെ സൈന്യം നാമാവശേഷമാക്കാൻ ശ്രീകൃഷ്ണദേവരായന് കഴിഞ്ഞു. മാത്രമല്ല, തനിക്കെതിരെ പ്രവർത്തിച്ച മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുവാനും അദ്ദേഹം മടിച്ചില്ല. എല്ലാ പള്ളികളും തകർക്കുകയും സുൽത്താൻമാരെ സഹായിച്ചു വന്നിരുന്ന മുല്ലമാരെ കൊല്ലുകയും ചെയ്തു. അടുത്ത 100 വർഷം സുൽത്താൻമാരുടെ ഭരണം അവരുടെ തലസ്ഥാനത്ത് മാത്രമായി ചുരുങ്ങി. 1636 അവർ ഒരുമിച്ച് വിജയനഗരത്തെ തോൽപ്പിച്ചത്. സുൽത്താൻമാരെ കൊല്ലാതെ വിട്ടത് ശ്രീകൃഷ്ണ ദേവരായരുടെ ഉദാരത കൊണ്ട് മാത്രം എന്ന് കരുതാം. തലസ്ഥാനത്ത് നിന്ന് 1500 മൈലുകളോളം പ്രദേശത്ത് തനിക്ക് എതിരാളികളില്ലെന്ന് ശ്രീകൃഷ്ണദേവരായൻ ഉറപ്പുവരുത്തി. വിടലരാമസ്വാമി ക്ഷേത്രം, ഹാജാർ രാമക്ഷേത്രം, 7 നൂഹു ഹനുമാൻ ക്ഷേത്രം എന്നിവ പണികഴിപ്പിച്ച അദ്ദേഹം ഹിന്ദുമതത്തെ ശാക്തീകരിച്ചു. താനൊരു വൈഷ്ണവനായിരുന്നുവെങ്കിലും ദ്വൈതം, അദ്വൈതം, ജൈനം, ക്രിസ്തീയം, ശൈവം മുതലായ അന്നത്തെ എല്ലാ മതവിഭാഗക്കാരും അദ്ദേഹത്തിൽ നിന്ന് ഉദാരമായ സഹായങ്ങൾ നേടി പുരോഗമിച്ചു. ദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ സഹായത്തിനു വേണ്ടി ജനങ്ങൾ വന്നു തുടങ്ങി. തുംഗഭദ്രയിൽ അണക്കെട്ട്, തോടുകൾ, തുറമുഖങ്ങൾ, നഗരങ്ങൾ, വ്യാസരായന്റെ നേതൃത്വത്തിൽ സർവകലാശാലകൾ എന്നിവ അദ്ദേഹം നിർമ്മിച്ചു. തൻ്റെ വിജയ പ്രതീകങ്ങളായി നിരവധി സ്തംഭങ്ങളും കൊട്ടാരങ്ങളും അദ്ദേഹം പണിതു. സാഹിത്യം, സംഗീതം എന്നിവ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ തഴച്ചു വളർന്നു. ജാമ്പവതി കല്യാണം, ആമുക്തമാല്യത എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹത്തിൻ്റെ ദർബാറിൽ പുരന്ദരദാസൻ, കനകദാസൻ മുതലായ സംഗീതജ്ഞരും തെന്നാലി രാമനെ പോലെയുള്ള വിദൂഷകന്മാരും ഉണ്ടായിരുന്നു. അഷ്ടദിഗ്ജർ എന്ന് പ്രസിദ്ധരായ സാഹിത്യകാരന്മാർ അദ്ദേഹത്തിൻ്റെ ദർബാറിലായിരുന്നു. ജഗൻമോഹിനിയെയും മറ്റൊരു ഭാര്യയായിരുന്ന തിരുമലാംബയും വിദുഷിമാരും ഗ്രന്ഥരചയിതാക്കളും കൂടിയായിരുന്നു. അതീവ സുന്ദരിയായിരുന്ന നാഗാംബിക എന്ന വേശ്യാപുത്രിയെ വിവാഹം കഴിക്കുവാൻ കൃഷ്ണദേവരായൻ ആഗ്രഹിച്ചു. തിമ്മരസിനോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ച യുവാവായ രാജാവിനെ
ജനങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ലെന്ന് ആ ജ്ഞാനവൃദ്ധൻ ഉപദേശിച്ചു. ശ്രീകൃഷ്ണദേവരായൻ തന്റെ മോഹത്തെ അതോടെ ഉപേക്ഷിച്ചു. സാംസ്കാരിക ദൃഷ്ടിയിൽ മൈസൂരിലെ ദസറ ഉത്സവം ആരംഭിച്ചത് ശ്രീകൃഷ്ണദേവരായരാണ്. ആന്ധ്രയിലെ 7 ജില്ലകളിൽ ഇന്നും രായലസീമ രായരുടെ നാട് എന്നറിയപ്പെടുന്നു. ഇത്രയും ഉജ്ജ്വല ഭരണവും ജീവിതവും നയിച്ച രാജാവിന്റെ അന്ത്യകാലം പക്ഷേ സുഖകരമായിരുന്നില്ല. തന്റെ പിന്തുടർച്ചാവകാശം തർക്കത്തിലാകുമെന്ന് കരുതി തിരുമല ദേവനെ തന്റെ മകനെ ചെറുപ്രായത്തിൽ തന്നെ രാജാവ് അഭിഷേകം ചെയ്യിച്ചു. എന്നാൽ അയാൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിഷബാധയേറ്റ് മരിച്ചു. പ്രധാനമന്ത്രി തിമ്മരസനെ സംശയിച്ച രാജാവ് അദ്ദേഹത്തിനെയും മകനെയും തടവിലാക്കി കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. തന്റെ ജ്യേഷ്ഠന്റെ പുത്രനായിരുന്ന അച്യുതദേവനെ രാജ്യാഭിഷേകം നടത്തുകയും ചെയ്തു. എന്നാൽ ഈ സംഭവ വികാസങ്ങൾ കൊണ്ട് വേദന തിന്ന രാജാവ് 1529 വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. എന്നാൽ തന്റെ ധവളകീർത്തി കൊണ്ട് യുധിഷ്ഠിരനും ഭോജരാജാവിനും തുല്യമായ സ്ഥാനം ഭാരതീയ ചരിത്രത്തിലും ജനമനസ്സിലും ശ്രീകൃഷ്ണദേവരായർ നേടിയിരുന്നു. ആ മഹാത്മാവിനെ ഏകാത്മദാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.